തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കശ്മീരിൽ. കശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്നാണ് പ്രധാന പ്രഖ്യാപനം. ജമ്മു സംസ്ഥാന കർഷകർക്കുള്ള സാമ്പത്തിക സഹായം 6000-ൽ നിന്നും 10,000 ആക്കുമെന്നും എല്ലാ കുടുംബത്തിനും 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നൽകുമെന്നും ശ്രീനഗറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. അനുജ, ജമ്മു കശ്മീരിലെ ശ്രീനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് പ്രധാനമന്ത്രി ജമ്മു കശ്മീരിലെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലങ്ങളായി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി നൽകുക എന്നുള്ളത്. BJP ഇക്കാര്യം പ്രധാനമന്ത്രി ആവർത്തിക്കുമ്പോഴും എന്നാൽ ഇതിന്റെ സമയപരിധിയോ മറ്റോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ BJP അധികാരത്തിലെത്തിയാൽ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം നിലവിലെ 6000-ൽ നിന്നും 10,000-ആക്കി ഉയർത്തും എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. പ്രായമായ സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിവർഷം 18,000 രൂപ നിക്ഷേപിക്കും എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ട്. എല്ലാ കുടുംബത്തിനുമുള്ള ഇൻഷുറൻസ് നിലവിലെ 5 ലക്ഷത്തിൽ നിന്നും 7 ലക്ഷമായി ഉയർത്തുമെന്നും ഓരോ കുടുംബത്തിനും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി 80,000 രൂപയുടെ ധനസഹായം അനുവദിക്കുമെന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ജമ്മു കശ്മീരിലെ കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനം ഭരിച്ച സർക്കാരുകൾ, പാർട്ടികൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ്. നെഹ്റു കുടുംബവും മുഫ്തി കുടുംബവും ഒപ്പം തന്നെ ഫാറൂഖ് കുടുംബവുമാണ് ജമ്മു കശ്മീരിലെ സാഹചര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് എന്നും 3 കുടുംബങ്ങളും സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയായിരുന്നു എന്നും ഭീകരവാദത്തെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചത് എന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ ദിവസം മികച്ച പോളിംഗ് നിരക്ക് ഉയരാൻ കാരണമായത് പ്രദേശത്ത് ഭീകരവാദത്തെ അമർച്ച ചെയ്യാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞതുകൊണ്ടാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ന് ഖത്രയിലെ റാലിയിൽ കൂടി പ്രധാനമന്ത്രി സംസാരിക്കും. അനുജ, കശ്മീരിന് സംസ്ഥാന പദവി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.